ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച. അതുമായി ബന്ധപ്പെട്ട് പ്രത്യേക സമിതിയുടെയും ക്രൈംബ്രാഞ്ചിന്റെയും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. MS സൊല്യൂഷൻസ് യൂട്യൂബ് ചാനൽ ഉടമയുടെ മൊഴി ഇന്ന് അന്വേഷണ സംഘം രേഖപ്പെടുത്തിയേക്കും. സർക്കാർ സ്കൂളുകളിലെ അധ്യാപകരുടെ സ്വകാര്യ ട്യൂഷൻ പ്രാക്ടീസും ഇതിന്റെ അന്വേഷണ പരിധിയിൽ വരും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. രശ്മി കാർത്തിക ചേരുന്ന വിവരങ്ങളുമായി. രശ്മി, ആ വഴിയിലൂടെ ആയിരിക്കണമല്ലോ ഒരുപക്ഷെ ഈ ചോദ്യപേപ്പറിന്റെ ചോർച്ച ഉണ്ടായിരിക്കുന്നത് എന്ന ബോധം ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൂടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവരുന്നത് സ്വാഗതാർഹമായ കാര്യമാണ്. പക്ഷേ അതിന് ഒരു തീരുമാനം ഉണ്ടാകുമോ, ഒരു കണ്ടെത്തൽ ഉണ്ടാകുമോ എന്നുള്ളതും നമ്മൾ നോക്കേണ്ട കാര്യമാണ്. രശ്മി, ഇന്ന് അന്വേഷണം ആരംഭിക്കുകയാണ്. ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഇന്ന് ആരംഭിക്കും. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസമാണ് പ്രത്യേക സമിതിയെ രൂപീകരിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയത്. വിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ഒരു 6 അംഗ സമിതിയാണ് ഈ കേസ് അന്വേഷിക്കുക. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണവും ഇന്ന് മുതൽ ആരംഭിക്കും. MS സൊല്യൂഷന്റെ ഉടമയെ ഉൾപ്പെടെ ഇന്ന് ചോദ്യം ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ സർക്കാർ സ്കൂളിലെ അധ്യാപകർ സ്വകാര്യ ട്യൂഷൻ പ്രാക്ടീസ് നടത്തുന്നത് അതും പ്രധാനമായും അന്വേഷണ പരിധിയിൽ വരും. ആ വഴിയാണ് ഈ ചോദ്യപേപ്പർ ചോർന്നത് എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല MS സൊല്യൂഷനുമായി വിരമിച്ച ഒരു സർക്കാർ അധ്യാപകന് ബന്ധമുണ്ട് എന്നുള്ളത് DDയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് വിശദമായി പരിശോധിക്കാൻ തീരുമാനമെടുത്തത്. പക്ഷേ മുൻകാലങ്ങളിലും സമാനമായിട്ടുള്ള രീതിയിൽ ഈ ചോദ്യപേപ്പർ ചോർന്നിട്ടുണ്ട്. ഓണപരീക്ഷയ്ക്ക് ഉൾപ്പെടെ ആ ഒരു സമയത്ത് കൃത്യമായൊരു ഇടപെടൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നോ പോലീസിന്റെ ഭാഗത്തു നിന്നോ ഉൾപ്പെടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം യോഗത്തിന് ശേഷം വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുകയുണ്ടായി. നേരത്തെ ഉണ്ടായ ചോദ്യപേപ്പർ ചോർച്ചയിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടായിരുന്നോ, അന്വേഷണം നടത്തിയോ എന്നൊക്കെ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി വളരെ വിചിത്രമായ ഒരു മറുപടിയായിരുന്നു. അന്വേഷണങ്ങൾ ഇതൊന്നും വലിയ രീതിയിൽ പർവ്വതീകരിച്ച് കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ചെറിയ അന്വേഷണങ്ങളൊക്കെ നടത്തി അത് വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ അത്തരം അന്വേഷണം നടത്തി അവസാനിപ്പിക്കുകയാണ് പതിവ് എന്നുള്ളത്. ഈ വിഷയങ്ങളെ വളരെ നിസാരവൽക്കരിച്ചുകൊണ്ടുള്ള മറുപടിയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ആദ്യ ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു വീഴ്ച അല്ലെങ്കിൽ ചോദ്യപേപ്പർ ചോരുമ്പോൾ അതിൽ കൃത്യമായി തന്നെ പോലീസിന്റെ അന്വേഷണം അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ കൃത്യമായ ഒരു അന്വേഷണം നടത്തുകയും അവർക്കെതിരെ ശക്തമായൊരു നടപടിയുമായിരുന്നു കൈക്കൊള്ളേണ്ടത്. ഇതിൽ തന്നെ പോലീസിന് വിദ്യാഭ്യാസ വകുപ്പ് പരാതി കൈമാറി ദിവസങ്ങളോളം കഴിഞ്ഞ് അതിൽ അന്വേഷണം ആരംഭിക്കുന്നതിൽ തന്നെ വിമർശനം നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇത് വ്യാപകമായി വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഏതായാലും സമിതിയെ രൂപീകരിക്കുകയും അതോടൊപ്പം തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിക്കുകയും ചെയ്ത് MS സൊല്യൂഷൻസിന്റെ ഉടമയിൽ നിന്നുൾപ്പെടെ ഇന്ന് മൊഴി രേഖപ്പെടുത്തും. ഇതിൽ അധ്യാപകരുടെ പങ്ക് എത്രത്തോളം ഉണ്ട്, ഈ സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിൽ പ്രാക്ടീസ് നടത്തുന്നവരാണോ ഇതിന് പിന്നിൽ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതിൽ ഈ അധ്യാപകരുടെ രാഷ്ട്രീയ ബന്ധം ഉൾപ്പെടെ കൃത്യമായൊരു നടപടി സ്വീകരിക്കാതിരിക്കാനുള്ള കാരണങ്ങളാണ്. ഏതായാലും ഈ അന്വേഷണ റിപ്പോർട്ട് ഏത് രീതിയിലാകും, എന്ത് നടപടി കൈക്കൊള്ളും എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. വീണ. ഓക്കെ, ശരി രശ്മി സൂചിപ്പിച്ചതാണ് ഈ അന്വേഷണ റിപ്പോർട്ടിന് എന്താകും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു.